ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ നന്മയും തിന്മയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടം നാം ഓരോ നിമിഷവും അഭിമുഖീകരിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ എല്ലാ മണിക്കൂറിലും നാം അഭിമുഖീകരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ തിന്മയുടെ ശക്തികൾ നമ്മെ തളർത്താൻ ഓരോ തവണയും ഓരോ നിമിഷവും ആവത് ശ്രമിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഒരു ഉറച്ച കോട്ടയുണ്ട്. നമ്മുടെ അഭയശിലയായ കർത്താവായ ദൈവം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നൽകുന്ന വാഗ്ദാനം ഇതാണ്: കർത്താവ് വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. 2 തെസ്സലോനിക്ക 3:3. ഈ വാക്കുകൾ പ്രിയ സഹോദര സഹോദരി നമുക്ക് വലിയ ആശ്വാസം നൽകുന്നു. ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടില്ല. ഒരിക്കലും നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെക്കാൾ വലുതാണ് അവിടുത്തെ ശക്തി. സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നാം വീണു പോകാതിരിക്കാൻ അവിടുന്ന് നമ്മെ ബലപ്പെടുത്തും. പാപത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്ന പരീക്ഷണങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്തിനായി നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. അതുതന്നെയാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ കൃപ നമ്മെ തീർച്ചയായും സംരക്ഷിക്കും. എൻ്റെ കൃപ നിനക്ക് മതി എന്നാണല്ലോ അവിടുന്ന് അരുളി ചെയ്തത്. ദൈവം നമുക്ക് നൽകിയ ആത്മീയമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ നാം പഠിക്കണം സഹോദരങ്ങളെ. പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കൂദാശകൾ, ദൈവവചനം ഇവയെല്ലാം നമ്മെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്ന പരിചകളും വാളുകളും കുന്തങ്ങളുമാണ്. ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. എല്ലാ നിമിഷവും അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും തിന്മയുടെ പിടിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ.